കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടുള്ള സ്റ്റെഫി സേവ്യർ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു 2023 പുറത്തിറങ്ങിയ മധുര മനോഹര മോഹം. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഷറഫുദ്ദീൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പുതിയ സിനിമയായിട്ടുള്ള മധുവിധുവിന്റെ സഹരചയിതാവായിട്ടുള്ള ജയ് വിഷ്ണു ഞാൻ ആദ്യം പറഞ്ഞ മധുര മനോഹര മോഹത്തിന്റെയും സഹരചയിതാവായിരുന്നു. ഞാനിത് പറയാൻ കാരണം ഈ സിനിമയുമായിട്ട് ജയ് വിഷ്ണു എന്ന തിരക്കഥാകൃത്തിനുള്ള ബന്ധം നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലേക്ക് മധുവിധു കാണുമ്പോൾ മധുര മനോഹര മോഹവും ഏതാണ്ട് ഈ ഒരു വൈബുള്ള സിനിമ ആയിരുന്നല്ലോ എന്നൊരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. കോമഡിയിൽ പൊതിഞ്ഞ തരം ട്വിസ്റ്റുകൾ തിരക്കഥയിൽ പ്ലേസ് ചെയ്യുന്നത് രണ്ട് സിനിമയിലും ഏതാണ്ട് സമാനമായ രീതിയിലാണ് എന്നതാണ് ആ ഒരു തോന്നലിന് കാരണം. വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്തിട്ടുള്ള മധുവിധുവിൽ പ്രേക്ഷകന് സാമാന്യം ചിരിക്കാനുള്ള ഒരുപിടി മൊമെന്റുകളുണ്ട്. കഥയിൽ കാര്യങ്ങൾ സെന്റിമെന്റൽ ആകുന്ന ഭാഗത്തുള്ള രംഗങ്ങൾ ഒന്നും തന്നെ അങ്ങോട്ട് വർക്ക് ആകുന്നില്ലെങ്കിലും അതിന്റെ പോരായ്മകൾ ഹ്യൂമർ ഉപയോഗിച്ച് ഒരു പരിധിവരെ കവറപ്പ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ആഞ്ഞലിമൂട്ടിൽ തറവാടിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് നമ്മുടെ കഥ നടക്കുന്നത്. അവിടുത്തെ തലമൂത്ത പുത്രന്മാരാണ് രാജ്കുമാറും അംബരീഷും. രാജ്കുമാറിന്റെ ഭാര്യ വളരെ നേരത്തെ മരണപ്പെട്ടു. അയാൾക്ക് 2 ആൺമക്കളുണ്ട്, അമ്മു എന്ന് വിളിക്കുന്ന അമൃത് രാജും വിമൽ രാജും. അംബരീഷ് അവിവാഹിതനാണ്. അങ്ങനെ സ്ത്രീകളില്ലാത്ത ആ തറവാട്ടിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി അമൃത് രാജിന്റെ കല്യാണം നടത്താൻ ഇവർ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ 28ഓളം പെണ്ണുകാണൽ നടന്നിട്ടും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ പോകവേ ഒരു ഘട്ടത്തിൽ അമൃത് സ്നേഹ മാർക്കോസ് എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെടുകയും സൗഹൃദം പ്രണയത്തിലേക്ക് മാറുകയും അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. 2 മതസ്ഥരായിട്ടുള്ള ഇരുവരും തമ്മിലുള്ള കല്യാണം 2 കൂട്ടരുടെയും കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളാണ് ഈ പടത്തിൽ നമ്മൾ കാണുന്നത്. സർഫസ് ലെവലിൽ നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയയാണ് മധുവിധു എന്ന സിനിമയുടേത്. ഒന്നാം പകുതിയിൽ കഥയുടെ ഒരു പോക്ക് കാണുമ്പോൾ നമുക്ക് ഏറെക്കുറെ അതിന്റെ സ്ട്രക്ചർ ഊഹിക്കാൻ സാധിക്കും. ആ ഭാഗത്ത് നമ്മളെ പിടിച്ചിരുത്തുന്ന സംഗതി ഹ്യൂമറുള്ള സീനുകളും പിന്നെ വളരെ ഓർഗാനിക് ആയിട്ട് പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഇതിലെ റൊമാൻസുമാണ്. ഇന്റർവെൽ പോയിന്റിന് അടുത്ത് സംഭവിക്കുന്ന ട്വിസ്റ്റ് നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ടെങ്കിലും ചില ഡിസ്ട്രാക്ഷനുകൾ സമർത്ഥമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് രസകരമായിട്ട് അത് പ്ലേസ് ചെയ്യാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ തുടക്കത്തിൽ ഉണ്ടാകുന്ന ചില ഇമോഷണൽ എലമെന്റുകൾ കാരണം തിരിച്ച് ഹ്യൂമർ ട്രാക്കിലേക്ക് കയറാൻ സിനിമ ഒരല്പം സമയമെടുക്കുന്നുണ്ട്. എന്നാൽ ആ ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും കോമഡിയുള്ള കോൺഫ്ലിക്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു എന്റർടൈനിങ് സ്പേസിലേക്ക് പടം പോകുന്നുണ്ട്. റൊമാൻറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറുകൾ ഒരല്പം ഹ്യൂമറിന്റെ സഹായത്തോടെ വളരെ അനായാസം വളരെ ചാമിങ് ആയിട്ട് അവതരിപ്പിക്കാൻ ഷറഫുദ്ദീന് ഒരു കഴിവുണ്ട്. എൻ്റെ ഇക്കാക്കാക്ക് പ്രേമുണ്ടായിരുന്നു, പ്രിയൻ ഓട്ടത്തിലാണ്, ഒരു പരിധിവരെ ആർക്കറിയാം എന്ന സിനിമയിലും ഒക്കെ നമ്മൾ ഈ ഒരു ഷെയ്ഡ് കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു സിനിമയിലേക്ക് വന്നാലും ഒന്നാം പകുതിയിൽ വരുന്ന റൊമാൻറ്റിക് സീനുകൾ പുള്ളി വളരെ മനോഹരമായിട്ട് റിയൽ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ പിന്നെ പുള്ളിയുടെ കംഫർട്ട് സോണാണ്. അതിൽ കറക്റ്റ് മീറ്റർ പിടിച്ചുകൊണ്ട് തന്നെ പുള്ളി പെർഫോം ചെയ്യുന്നുണ്ട്. ബിന്ദു പണിക്കരുടെ മകളായിട്ടുള്ള കല്യാണി പണിക്കർ ബിഗ് സ്ക്രീനിൽ അരങ്ങേറ്റം കുറിക്കുന്ന സിനിമയാണ് മധുവിധു. ഒന്നാം പകുതിയിലെ റൊമാൻറ്റിക് സീനുകളിൽ ആളുടെ പെർഫോമൻസ് വളരെ മികച്ചതാണ്. അനായാസമായിട്ടുള്ള കോൺവെർസേഷനുകൾ ഈ ഒരു പെയറിംഗ് സ്ക്രീനിൽ വർക്കാകുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്റർവെൽ മുതൽ അങ്ങോട്ട് വരുന്ന ഭാഗങ്ങളിലെ സെന്റിമെന്റൽ ആയിട്ടുള്ള ഏരിയയിലുള്ള പെർഫോമൻസ് ആണ് കല്യാണിക്ക് പാളുന്നത്. എക്സ്പ്രഷനുകൾ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഡയലോഗ് ഡെലിവറിയിൽ കൂടെ അഭിനയിക്കുന്നവരുടെ ഒരു മീറ്ററുമായിട്ട് ചേർന്ന് പോകാത്ത ഒരു പെർഫോമൻസ് ആണ് കല്യാണിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ജഗദീഷിന് വളരെ പ്രാധാന്യമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥാപാത്രത്തെയാണ് രാജ്കുമാർ എന്ന ക്യാരക്ടറിലൂടെ ഇതിൽ കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തെ നല്ല രീതിയിൽ സിനിമ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ജഗദീഷിന്റെ അനിയനായിട്ടുള്ള അംബരീഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് അസീസ് നെടുമങ്ങാടാണ്. പുള്ളിയും ഹ്യൂമർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. സായ്കുമാർ അദ്ദേഹം സ്ഥിരം ചെയ്യുന്ന തരം സ്വല്പം റഫായിട്ടുള്ള എന്നാൽ ഉള്ളിൽ മനസ്സിലുള്ള ഒരു അച്ഛൻ കഥാപാത്രത്തെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ശ്രീജയ നായർക്ക് പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറിനെ ഈ സിനിമയിലൂടെ കിട്ടിയിട്ടുണ്ട്. കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള സഞ്ജു പിന്നെ അമൽ എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഹ്യൂമർ വരുന്ന ഭാഗങ്ങൾ കൈയടക്കത്തോടെ സിനിമയിൽ അവതരിപ്പിക്കാൻ സംവിധായകനായിട്ടുള്ള വിഷ്ണു അരവിന്ദിന് സാധിക്കുന്നുണ്ട്. കോൺഫ്ലിക്റ്റുകൾ രസകരമായ രീതിയിൽ ഉണ്ടാക്കാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇന്റർവെല്ലിൽ വരുന്ന ഒരു ട്വിസ്റ്റ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുഴപ്പങ്ങളൊക്കെ അവസാനിപ്പിച്ച തിരക്കഥ ഒരു സൗകര്യമുള്ള എൻഡിങ്ങിലേക്ക് പോകും എന്ന് നമുക്ക് തോന്നുന്ന സ്ഥലത്ത് അത് നായകന്റെ മുന്നിൽ വീണ്ടും ചാലഞ്ചുകൾ കൊണ്ടുവയ്ക്കുന്നുണ്ട്. സീരിയസ് ആകുന്ന ഭാഗങ്ങളാണ് ഈ സിനിമയുടെ ലോ പോയിന്റുകൾ. ഈ പടത്തിൽ വരുന്ന എല്ലാ കോൺഫ്ലിക്റ്റുകൾക്കും ഒരു ഫൺ സൈഡും സെന്റിമെന്റൽ സൈഡും ഉണ്ട്. ഫണ്ണായിട്ടുള്ള ഭാഗങ്ങൾ സാമാന്യം നല്ല രീതിയിൽ വർക്കാകുമ്പോൾ ഈ പറയുന്ന സെന്റിമെന്റൽ ഏരിയ അങ്ങേയറ്റം ക്ലീഷേ നിറഞ്ഞതും ഡയലോഗുകളൊക്കെ ഔട്ട്ഡേറ്റഡും ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. ആ ഒരു ഭാഗം ഒരല്പം സട്ടിലായിട്ട് അവർ അവതരിപ്പിച്ചിരുന്നെങ്കിൽ പടത്തിന് മൊത്തത്തിൽ ഒരു ഫീൽ ഗുഡ് മൂഡ് ഉണ്ടാകുമായിരുന്നു. ഹിഷാം അബ്ദുൽ വഹാബിന്റെ പാട്ടുകൾ തരക്കേടില്ലാത്ത നിലവാരം പുലർത്തിയപ്പോൾ ചില പാട്ടുകളുടെയൊക്കെ പ്ലേസ്മെന്റ് ഒരല്പം ഫോഴ്സ്ഫുൾ ആയിട്ട് തോന്നി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മധുര മനോഹര മോഹം എന്ന സിനിമ ചിരിക്കാൻ സാമാന്യമുള്ള കണ്ടിരിക്കാവുന്ന ഒരു എന്റർടൈനർ സിനിമയാണ് എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതാണ്ട് സമാനമായ ഒരു കോമഡി എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ് മധുവിധു. സിനിമയിൽ വർക്കാകുന്ന ഹ്യൂമറുമായിട്ട് വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഇമോഷണലി ഹെവി ആയിട്ടുള്ള ഭാഗങ്ങളാണ് പടത്തിന്റെ ഒരു ന്യൂനത.
എന്നാൽ സാമാന്യം നല്ല സിറ്റുവേഷണൽ ഹ്യൂമറും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ട് ട്വിസ്റ്റുകളും ഓർഗാനിക് ആയിട്ടുള്ള റൊമാൻസും എല്ലാം കാണിച്ചുകൊണ്ട് ഈ ഒരു ന്യൂനത ഒരു പരിധിവരെ മറച്ചു പിടിക്കാൻ മധുവിധുവിന് സാധിക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്